29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അങ്ങനെ തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അഭിനയ ജീവിതത്തിൽ 50 വർഷം തികയ്ക്കുന്ന ഷബാന ആസ്മിയയ്ക്ക് വേദിയിൽ ആദരമർപ്പിച്ചു. വിഖ്യാത സംവിധായിക ആൻ ഹൂയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. ഇനി തലസ്ഥാനത്ത് സിനിമാ കാലമാണ്. 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തിരിതെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നവയിൽ ഏറ്റവും ജനകീയമായത് സിനിമയാണ്. ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന ആ കലയ്ക്കാണ് തിരുവനന്തപുരത്ത് തുടക്കമായത്. രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. She is one of Asia's foremost women directors, a key figure in the Hong Kong New Wave movement. ഹോങ്കോങ്ങിൽ നിന്നുള്ള വനിതാ സംവിധായിക ആൻ ഹൂയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യൻ സിനിമയുടെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി മാറി അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് തികച്ച ഷബാന ആസ്മിയയ്ക്കായിരുന്നു IFFKയുടെ ആദരവ്. The IFFK is honoring Ms. Shabana Azmi on completing 50 years in acting. I am extremely thankful for this honor by the Honorable Chief Minister on the 50th year of my working in films. ലോക സിനിമയുടെ മുഖം പരിചയപ്പെടുത്തുന്ന മേളയ്ക്കാണ് നിശാഗന്ധിയിൽ തുടക്കമായിരിക്കുന്നത്. 68 രാജ്യങ്ങളിൽ നിന്ന് 177 സിനിമകൾ. ആഭ്യന്തര യുദ്ധവും പലായനവും വംശഹത്യയും എല്ലാം ചർച്ചയാകുന്ന അപൂർവ വേദി. കലയും രാഷ്ട്രീയവും സമന്വയിക്കുന്ന ഒരാഴ്ചക്കാലം. കാത്തിരിക്കാം നല്ല സിനിമകൾക്കും ചർച്ചകൾക്കുമായി. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.